നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. വിപണിയിൽ ഡെറിവേറ്റീവ് വിഭാഗത്തിൽ ഇടിത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൽ അപ്രതീക്ഷിത വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നടത്തുന്ന ഓരോ ഇടപാടിനും ടാക്സ് അടയ്ക്കണമെന്ന് സാരം. നിങ്ങൾ ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ലാഭം ഉണ്ടാക്കിയാലും നഷ്ടമുണ്ടാക്കിയാലും നികുതി അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിന്റെ വിൽപ്പനാ സമ്മർദ്ദം കഴിഞ്ഞ ദിവസം നമ്മൾ വിപണിയിൽ കണ്ടതുമാണ്. എന്നാൽ ഇവിടെ ശരിക്കും എത്ര രൂപയാണ് നികുതിയായി അടയ്ക്കേണ്ടി വരിക? അതിന്റെ വിവരങ്ങൾ അറിഞ്ഞിരിക്കാം. എത്ര രൂപ ചാർജ് ആകുമെന്നത് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലോട്ട് സൈസ് 65 യൂണിറ്റുകളാണ്. നിഫ്റ്റി 24,825 എന്ന നിലവാരത്തിലാണ് എങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഒരു ലോട്ട്, അതായത് 65 യൂണിറ്റ് വിൽക്കുകയാണെന്ന് കരുതുക. ഇതിന്റെ ആകെ നോമിനൽ വാല്യൂ ഏകദേശം 16.13 ലക്ഷം രൂപയാകും. പഴയ നിരക്ക്, അതായത് 0.02% പ്രകാരം നിങ്ങൾ 325 രൂപയാണ് STT നൽകേണ്ടത്. എന്നാൽ പുതിയ നിരക്ക് പ്രകാരം 0.05%ലേക്ക് ഉയരുമ്പോൾ ഇത് 817 രൂപയായി വർദ്ധിക്കും. അതായത് ഒരു ട്രേഡിൽ മാത്രം ഏകദേശം 500 രൂപയുടെ അധിക ബാധ്യത. ഓപ്ഷൻ ട്രേഡർമാരുടെ കാര്യവും വ്യത്യസ്തമല്ല. 100 രൂപ പ്രീമിയം ഉള്ള ഒരു നിഫ്റ്റി ഓപ്ഷൻ ലോട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലോട്ടിൽ 65 യൂണിറ്റ് ആണ് ഉണ്ടാവുക. പ്രീമിയം വാല്യൂ 6500 രൂപയാണ്. ഇതിന് പഴയ നിരക്കിൽ 6.5 രൂപ ടാക്സ് നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ഇനി അത് 9 രൂപ 75 പൈസയാകും. ഒറ്റ നോട്ടത്തിൽ ഇത് ചെറിയ തുകയായി തോന്നാമെങ്കിലും വലിയ അളവിൽ ട്രേഡ് ചെയ്യുന്നവർക്കും സ്കാൽപ്പ് ചെയ്യുന്നവർക്കും ഇത് വലിയ ബാധ്യതയാകും. ട്രേഡർമാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ടാക്സ് മാത്രം മറികടക്കാൻ മുൻപ് വിപണി 5 പോയിന്റ് അനുകൂലമായി നീങ്ങണമായിരുന്നു. എന്നാൽ ഇനി അത് 12 മുതൽ 13 പോയിന്റ് വരെ ഉയരേണ്ടി വരും. ഇതിൽ ബ്രോക്കറേജ്, GST തുടങ്ങിയ മറ്റ് ചാർജുകൾ കൂടി ഉൾപ്പെടുമ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നത് കൂടുതൽ വെല്ലുവിളിയാകും. ഏതായാലും ഇന്നും ഗ്രോയുടെ ഓഹരി വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യാപാരത്തിനിടെ 4.64% ഇടിഞ്ഞ് 160 രൂപയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. കഴിഞ്ഞ വ്യാപാര സെഷനിലും ഗ്രോയുടെ ഓഹരികൾ ഏകദേശം 5% ഇടിഞ്ഞിരുന്നു. ബ്രോക്കറേജ്, എക്സ്ചേഞ്ച് സംബന്ധമായ ഓഹരികളെല്ലാം തന്നെ ഇപ്പോഴും വലിയ വിൽപ്പനാ സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നികുതി വർധനവ് ഓഹരി വിപണിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഡെറിവേറ്റീവ് വിപണിയുടെ അവസ്ഥ നോക്കാം. ഇന്ത്യൻ GDPയുടെ 500 മടങ്ങ് വോളിയമാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. GDP വെച്ച് നോക്കുമ്പോൾ 300 ലക്ഷം കോടി രൂപ. ഈ സാഹചര്യത്തിൽ ചിലവ് ഉയർത്തുന്നതാണ് ഇത്രയും ഉയർന്ന സ്പെക്യുലേറ്റീവ് പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ ഒരു മാർഗം. എന്നാൽ വിപണിയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യുന്നതിനും പൊസിഷൻ എടുക്കുന്നുണ്ട് എന്നാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. ക്യാഷ് മാർക്കറ്റിൽ പ്രൈസ് ഡിസ്കവറിക്കും ലിക്വിഡിറ്റിക്കും ഇത് വളരെയധികം അനുകൂലമാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ സെബി പുറത്തുവിട്ട കണക്കുകൾ നോക്കാം. ഇക്വിറ്റി ഡെറിവേറ്റീവ് വിഭാഗത്തിൽ വ്യാപാരം നടത്തുന്ന 91% ഇൻഡിവിജ്വൽ ട്രേഡേഴ്സും നഷ്ടത്തിലാണ്. അതായത് 100 പേര് വ്യാപാരം നടത്തുമ്പോൾ 9 പേർക്ക് മാത്രമാണ് ലാഭം ലഭിക്കുന്നത്. ഇനി നഷ്ടത്തിന്റെ വ്യാപ്തി കൂടി നോക്കാം. ശരാശരി ഒരു വ്യക്തിഗത വ്യാപാരിക്ക് ഏകദേശം 1.2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നഷ്ടം ഇത്രയധികം ആണെങ്കിലും ഡെറിവേറ്റീവ് വിപണിയിലേക്ക് എത്തുന്ന വ്യാപാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിൽ 41% വർധനവാണ് രേഖപ്പെടുത്തിയത്. വിപണിയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ് എന്ന ആശങ്കജനകമാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. വലിയ ലാഭം പ്രതീക്ഷിച്ചാണ് പലരും ഇതിലേക്ക് വരുന്നത്. എന്നാൽ ഒടുവിൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നത്. വിപണിയിലെ ഈ പ്രവണത നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്തെ ബാധിക്കുമെന്നതിനാൽ കൃത്യമായ പഠനവും അവബോധവും ഇല്ലാതെ ഡെറിവേറ്റീവ് വ്യാപാരത്തിന് മുതിരരുത് എന്ന് സെബി മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഊഹക്കച്ചവട സ്വഭാവമുള്ള ഡെറിവേറ്റീവ് വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സാധാരണക്കാരായ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സെബി ഈ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നു. നികുതി ഉയർത്തുന്നത് ഈ സ്പെക്യുലേറ്റീവ് വ്യാപാരത്തെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. വിപണിയിൽ ഇതുമൂലം ഉണ്ടാകുന്ന ആഘാതം ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് എന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു.